ഇന്നത്തെ പ്രൈസും വർഷിപ്പും സങ്കീർത്തനം എല്ലാം പരിശുദ്ധാത്മാവ് ഒരേ മാതിരിയാണ്. ഞാൻ പറയേണ്ടതൊക്കെ സുനിൽ എല്ലാം ചൊല്ലി മുടിച്ചിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ മുഖവര എല്ലാവർക്കും യോഹന്നാൻ സുവിശേഷം എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും എല്ലാ സുവിശേഷങ്ങളിലും പ്രത്യേകതയായിട്ടുള്ള ഒരു സുവിശേഷമാണ്. യോഹന്നാൻ സുവിശേഷത്തിന്റെ വളരെ ഉയർന്ന ദൈവശാസ്ത്രവും വളരെ ആഴത്തിൽ ഉൾക്കാഴ്ചയും അടങ്ങി നിറയുന്ന ഒരു സുവിശേഷമാണ്. 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ യോഹന്നാണ് എഴുതുന്നത്. AD 80 എഫെസസിൽ വെച്ചാണ് എഴുതുന്നത്. മാത്യു, മാർക്ക്, ലൂക്ക് എഴുതിയ സുവിശേഷം സമാന്തര സുവിശേഷമാണ്. കാരണം ഒരേ വിധത്തിലാണ്, ഒരേ പാറ്റേൺ ആണ്. മാത്യു എഴുതുന്നത് അബ്രഹാമിൽ നിന്നാണ്, എന്നാൽ മാർക്ക് എഴുതുന്നത് യേശു 30 വയസ്സിൽ നിന്നാണ്. ലൂക്ക് എഴുതുന്നത് ആദാമിൽ നിന്നാണ്, എന്നാൽ ജോണോ യുഗങ്ങളുടെ ആരംഭത്തിൽ നിന്ന്, ആദിയിൽ നിന്ന് എഴുതുന്നു. യോഹന്നാന്റെ സുവിശേഷം എന്തിനാണ് ഈ സുവിശേഷം എഴുതിയത്? യേശു ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. ജോൺ 20:31 20:31 വായിക്കുക. இயேசு தேவனுடைய குமாரனாகிய கிறிஸ்து என்று நீங்கள் விசுவாசிக்கும்படியாகவும் விசுவாசித்து அவருடைய നാമത്തിനാലെ നിത്യ ജീവനെ അടയുംപടിയാகவும் ഇവകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ആ വിശ്വാസം വഴി നിനക്ക് ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവയൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ സുവിശേഷത്തിന്റെ വിശേഷത നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വിശ്വാസം വളരും, ജീവൻ ഉണ്ടാകും. ഇനി ജോൺ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ജോൺ ചാപ്റ്ററിന്റെ പ്രത്യേകത 7 അടയാളങ്ങളുണ്ട്. അതിൽ 7 വിറ്റ്നസ് ഉണ്ട്, 7 ഞാൻ എന്ന പ്രസ്താവന ഉണ്ട്. ആർക്കൊക്കെ അറിയാം? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഐ ആം ദ ബ്രെഡ് ഓഫ് ദ ലൈഫ്. ജോൺ 6:35 പറയുന്നു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ജോൺ 8:12 പറയുന്നു. ഞാനാകുന്നു വാതിൽ. ഐ ആം ദ ഡോർ. ജോൺ 10:9 പറയുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ജോൺ 10:11 പറയുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്. ജോൺ 11:25 പറയുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ജോൺ 14:6 പറയുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു. ഐ ആം ദ ട്രൂ വൈൻ. ജോൺ 15:1 പറയുന്നു. ഇനി കൂടുതൽ വിവരിക്കാൻ പോകുന്നില്ല, കാരണം സമയപരിമിതി കാരണം നമ്മൾ വിശദീകരിക്കാം. വിഷയത്തിലേക്ക് കിടക്കാം. ജോൺ 1:51 വായിക്കും. பின்னும் அவர் அவனை நோக்கி, வானம் திறக்கிறதையும் தேவதூதர்கள் மனுஷகுமாரத்தில் ஏறுகிறதையும் இறங்குகிறது நீங்கள் இது முதல் காண்பீர்கள் என்று மெய்யாகவே உங்களுக்கு சொல்லுகிறேன் என்றார். എന്താണ് സുവിശേഷം? കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ് സുവിശേഷം. മാനവജാതികൾക്ക് വേണ്ടി പാപത്തെ നീക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യനായി അവതരിച്ച് നസറനായ യേശു ക്രിസ്തു, അതാണ് സുവിശേഷം. യോഹന്നാൻ സുവിശേഷത്തിന്റെ വിശേഷത ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കാം. യേശു ക്രിസ്തുവാണ് ഏകദൈവം, യേശു ക്രിസ്തുവാണ് സത്യദൈവം, യേശു ക്രിസ്തുവാണ് നിത്യദൈവം, യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, യേശു ക്രിസ്തു മാത്രമാണ് ദൈവം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. എങ്ങനെ? ആദ്യത്തെ ചാപ്റ്ററിൽ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 2ാമത്തെ ചാപ്റ്ററില് കാനാനിലെ വീട്ടിലെ വെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം കാണിച്ച ദൈവം. 3ാമത്തെ ചാപ്റ്ററില് നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4ാമത്തെ ചാപ്റ്ററില് ആത്മാവാകുന്ന ദൈവം. 5ാമത്തെ ചാപ്റ്ററിൽ സകല വ്യാധികളെയും രോഗങ്ങളെയും ഗുണപ്പെടുത്തുന്ന ദൈവം. 6ാമത്തെ ചാപ്റ്ററിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ ദൈവം. 7ാമത്തെ ചാപ്റ്ററില് ആത്മനിവർണം കൊടുക്കുന്ന ദൈവം. 8ാമത്തെ ചാപ്റ്ററില് സാക്ഷാൽ വെളിച്ചമാകുന്ന ദൈവം. 9ാമത്തെ ചാപ്റ്ററില്
കുരുടനെ സൗഖ്യമാക്കി അടയാളം കാണിച്ച ദൈവം. 10ാമത്തെ ചാപ്റ്ററിൽ നല്ല ഇടയനായ ദൈവം. 11ഉം 12ഉം ചേർത്ത് പിടിച്ചാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. 1ാം അധ്യായത്തിൽ യോഹന്നാന്റെ വിശേഷത കണ്ടെത്തലുകളുടെ ഒരു അധ്യായം, ചാപ്റ്റർ ഓഫ് ഡിസ്കവറീസ്. യോഹന്നാൻ സുവിശേഷത്തിൽ 4 വിധത്തിലുള്ള കണ്ടെത്തലുകളാണ്. ജോൺ ചാപ്റ്റർ ഡിവൈഡഡ് 4 ഡിസ്കവറീസ്. 1, യേശു ക്രിസ്തുവിനെ കണ്ടെത്തുക. ഫൈൻഡ് ജീസസ് ക്രൈസ്റ്റ്. എന്താണ് 1ാമത്തെ കണ്ടുപിടുത്തം? യേശു ക്രിസ്തുവിനെ കണ്ടെത്തുക. 2ാമത് ക്രിസ്തു ചിലരെ കണ്ടെത്തുന്നു. ക്രൈസ്റ്റ് ഫൈൻഡ് സം. 3, ക്രിസ്തു വസിക്കുന്ന ഇടം കണ്ടെത്തുന്നു. ഫൈൻഡിങ് ദ പ്ലേസ് വേർ ക്രൈസ്റ്റ് ഡ്വെൽസ്. 4ാമത് ഈ കണ്ടെത്തിയവർ ഉലകത്ത് ചുറ്റും നടന്ന് അനേകരെ കണ്ടെത്തിക്കൊണ്ടുവരും. The discover, find and bring back many people around the world. ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് ആ ക്രിസ്തുവിനെ അറിയാത്തവർ ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കണം. ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷകനായി ഏറ്റുകൊണ്ടിരിക്കണം. ഓരോരുത്തരുടെ ഉള്ളത്തിൽ ദൈവം പേശിക്കൊണ്ടിരിക്കണോ, ആണ്ടവർ ആത്മാവിലാൽ ഓരോരുത്തരും നിറപ്പിക്കൊണ്ടിരിക്കണം. വചനങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ജീവനായി ഉള്ളത്തിൽ വരണം. ഇത് കർത്താവിലേക്ക് ചെയ്യാൻ വൈകരുത്. നാളെ എന്ന് നീട്ടിവെക്കരുത്. അത് പോരാ. ഈ സഭ തീരും മുമ്പ് ക്രിസ്തു ചിലരെ കണ്ടെത്തിയിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ആത്മാക്കളുടെ ഉള്ള ക്രിസ്തു കാണണം. മാത്രം പോരാ, ഓരോ ആത്മാക്കളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കണം. അതും പോരാ, ചിലർ ക്രിസ്തു വസിക്കുന്ന ഇടത്തെ തേടി കണ്ടുപിടിക്കണം. വചനത്തിലൂടെ ക്രിസ്തു ഇരിക്കുന്ന ഇടത്തെ തേടി കണ്ടുപിടിക്കണം. ഈ 2025 തീരുന്നതിന് മുമ്പ് ആയുസ്സും ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, സഭ എടുത്തുകൊള്ളപ്പെട്ടിട്ടില്ലെങ്കിൽ, അനേകരെ തേടി അനേക ആത്മാക്കളെ കൊണ്ടുവരാൻ ഓരോരുത്തർക്കും കഴിയണം. 2026 സഭ മുഴുവൻ ആത്മാക്കൾ കൊണ്ട് നിറയണം. അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശദീകരിക്കാം. ആദ്യത്തെ പോയിന്റ്, ഫൈൻഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ കണ്ടെത്തുക. ജോൺ 1:41 വായിക്കണം. അവൻ முதலாவது தன் சகோதரனாகிய சீமோனை கண்டு மேசியாவை கண்டோம் என்று சொன்னான். மேசியா என்பதற்கு கிறிஸ்து என்று அர்த்தமாம். അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മിശിയ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന് പറയാൻ കാരണം? വൈ വി നീഡ് ടു ഫൈൻഡ് ക്രൈസ്റ്റ്? 4 reasons. 4 കാരണങ്ങൾ. 1, ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. ബിക്കോസ് ക്രൈസ്റ്റ് ഇസ് ദ സൺ ഓഫ് ഗോഡ്. ജോൺ 1:34-49 വായിക്കാം. அந்தபடியே நான் கண்டு இவரே தேவனுடைய குமாரன் என்று சாட்சி கொடுத்து வருகிறேன் என்றான். அவர் வந்து பாருங்கள் என்றார். அவர்கள் வந்து அவர் தங்கியிருந்த இடத்தை கண்டு அன்றைய தினம் அவரிடத்தில் தங்கினார்கள். அப்பொழுது ஏறக்குறைய 10 மணி வேளையா இருந்தது. 149. அதற்கு நாத்தான்வேல், ரபி, நீ தேவனுடைய குமாரன், இஸ்ரவேலின் ராஜா என்றார். ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കുന്നു. ദൈവമാണെന്ന് ഒരാളെ പറ്റി മാത്രമേ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ. അത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. നിന്റെ ജീവിതത്തിൽ എല്ലാം കണ്ടെത്തി ക്രിസ്തുവിനെ കണ്ടെത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ശൂന്യമാണ്. നമുക്ക് പലതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ യേശു ക്രിസ്തുവിനെ നീ കണ്ടെത്തിയോ, നീ ഭാഗ്യവാനാണ്. 2ാമത്തെ റീസൺ, ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടാണ്. വൈ വി നീഡ് ടു ഫൈൻഡ് ക്രൈസ്റ്റ്? ക്രൈസ്റ്റ് ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്. എല്ലാവരും കേട്ട് നിൽക്കും. ജോൺ 1:29 വായിക്കുക. மறுநாளிலே யோவான் இயேசுவை தன்னிடத்தில் வரக்கண்டு, இதோ உலகத்தின் பாவத்தை சுமந்து தீர்க்கிற தேவ ஆட்டுக்குட்டி. ആമേൻ. യേശു ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന് പറയാൻ 3ാമത്തെ കാരണം, മോശയും പ്രവാചകന്മാരും ന്യായപ്രമാണം എഴുതിയിരിക്കുന്നത് പോലെ ജനിച്ചവനാണ് യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് is the one who was born as Moses the prophet and the law write. Christ was born as the scriptures say. ജോൺ 1:45 വായിക്കാം. பிலிப்பு நாத்தான்வேலை கண்டு, நியாயப்பிரமாணத்திலே மோசேயும் தீர்க்கதரிசிகளும் எழுதியிருக்கிறவரை கண்டோம். அவர் யோசேப்பின் குமாரனும் நாசரேத்தினுமாகிய இயேசுவே என்றான்.
ഇത് കെട്ടുകഥയോ മുത്തശ്ശി കഥയോ അല്ല. തിരുവഴുത്തിൽ പറഞ്ഞതുപോലെ കന്യാസുതനായി ഭൂമിയിൽ പിറന്നവനാണ് യേശു ക്രിസ്തു. എങ്ങനെ ജനിക്കും, എവിടെ ജനിക്കും, എവിടെയൊക്കെ പോകും, എന്തൊക്കെ ചെയ്യും, ഏത് കുടുംബത്തിൽ ജനിക്കും, തിരുവഴുത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർന്നെഴുന്നേറ്റു. തിരുവഴുത്തിൽ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഇന്നും ജീവിച്ചിരിക്കുന്ന ക്രിസ്തു തിരുവഴുത്തിൽ പറഞ്ഞതുപോലെ വരാൻ പോകുന്നു. നാലാമത്തെ റീസൺ 1:45 ലാസ്റ്റ് ഭാഗം, യോസഫിന്റെ പുത്രനായ യേശു. യേശു എന്നാൽ രക്ഷകൻ. ജീസസ് ഇസ് ദ സേവിയർ. നാലാമത്തെ റീസൺ, വൈ വി നീഡ് ടു ഫൈൻഡ് ദ ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ബിക്കോസ് ജീസസ് ഇസ് ദ സേവിയർ. യേശു നമ്മുടെ രക്ഷകനാണ്. കന്യാസുതനായി നമ്മുടെ ഭൂമിയിൽ വന്ന് പിറന്ന നമ്മുടെ ദൈവം. ഈ 4 റീസൺ എന്തൊക്കെയാണെന്ന് ക്രിസ്തു, വൈ വി നീഡ് ടു ഫൈൻഡ് ജീസസ് ക്രൈസ്റ്റ്, എന്തിനാണ് ദൈവത്തെ കാണണം? കാരണം എന്തുവാ? ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. 2, ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടാണ്. 3, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ജനിച്ചവനാണ് യേശു ക്രിസ്തു. യേശു നമ്മുടെ രക്ഷകനാണ്. കന്യസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേ ഇവൻ താനേ. കന്യസുതനായി ധരയിൽ വന്നുദിച്ച ദേവൻ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ആദിയൻ പരുദീസിൻ താരൻ വാക്കു ചൊന്ന അരികിൻ സന്തതി ഇവൻ താനേ. ആദിയൻ പരുദീസിൻ താരൻ വാക്കു ചൊന്ന അരികിൻ സന്തതി ഇവൻ താനേ. ഇവനേ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ക്രിസ്തുവെ കണ്ടെത്താൻ 4 കാരണങ്ങൾ നമ്മൾ കണ്ടു. യേശുവിനെ എപ്പോൾ കണ്ടെത്തണം? 1:36. അതിന്റെ ചെറുതാണ്. കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഈ സഭയെ വിട്ടു കടന്നു പോകുന്നതിന് മുമ്പ്, നമ്മൾ ഈ ലോകത്ത് വിട്ടു പോകുന്നതിന് മുമ്പ് നീ ക്രിസ്തുവിനെ കണ്ടെത്തിക്കണം. സഭ എടുത്തുകൊള്ളുന്നതിന് മുമ്പ് നമ്മൾ ക്രിസ്തുവെ യേശു രക്ഷകനായി ഏറ്റുകൊണ്ടിരിക്കണം. റോമർ 14:8 വായിക്കുക. நாம் பிழைத்தாலும் கர்த்தருக்கென்று பிழைக்கிறோம், நாம் மரித்தாலும் கர்த்தருக்கென்று மரிக்கிறோம். ஆகையால் பிழைத்தாலும் மரித்தாலும் നാം കർത്തരുടേവരായി ഇരിക്കുന്നു. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവർ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ദൈവം തന്ന ഒരേ ഒരു വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ കൂടി മാത്രമേ നമുക്ക് സമ്പർക്കം പുലർത്തുവാൻ കഴിയുകയുള്ളൂ. സ്വർഗത്തിനും ഭൂമിക്കും അടുപ്പിക്കുന്ന ഏണി, നമ്മൾ വിശ്വസിക്കുന്ന ഏണി, നമ്മൾ ആശ്രയിക്കുന്ന ഏണി, നമ്മൾ വിശ്രമിക്കുന്ന ഏണി, ദൈവത്തിലേക്ക് ചെല്ലുവാൻ കർത്താവ് ഒരുക്കുന്ന ഏണിയാണ് യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന് ദൈവം നൽകിയ ഒരേ ഒരു മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇതുപോലെ എവിടെയും ഏത് ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കണം. യേശുവിനെ വിശ്വസിച്ച് രക്ഷകനായി സ്വീകരിച്ചാൽ നിനക്ക് നിത്യജീവൻ ലഭിക്കണം. ആമേൻ.